ഇന്നത്തെ റെസിപ്പി റാഗി അടയും പരിപ്പ് കറിയും ദോശയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പരിപ്പ് ആദ്യം കുക്കറിൽ ഒരു 2-3 ചുമന്നുള്ളി പച്ചമുളക് ഇട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കറിവേപ്പില ഇട്ട് സവാള കൂടെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പെരുംജീരകപ്പൊടി മാത്രമേ ഞാനിതിന് ചേർക്കുന്നുള്ളൂ. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള വഴറ്റി ഒരു തക്കാളി കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ പെരുംജീരകപ്പൊടിയാണ് ഇട്ടത്. അത് മാത്രമേ ഇതിൽ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് പരിപ്പ് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പരിപ്പ് കറി ഒറ്റ വിസിലിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉടഞ്ഞു പോകാതെ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ വഴറ്റി അടച്ചു വെച്ചൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള കൂട്ടിലേക്ക് പരിപ്പ് വേവിച്ചത് അതിലേക്ക് ഇടുക. പരിപ്പ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചെറുതായി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റാഗിപ്പൊടി കുറച്ച് സവാള അരിഞ്ഞിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ദോശക്കല്ലിൽ ചുട്ടെടുക്കണം. ഒരു വശം പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം റാഗിപ്പൊടിക്ക് കുറച്ച് വേവുള്ളതായതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അത് ഒരു വശം വെന്ത് കഴിയുമ്പം മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാഗി അട നന്നായിട്ട് വെന്ത് കിട്ടും. അതും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇത് നമ്മുടെ റാഗി അട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീനൊക്കെ ഉള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമ്മുടെ പരിപ്പ് കറി നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദോശയുടെ കൂടെ പരിപ്പ് കറി കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇത് റാഗി അടയും നമ്മുടെ പരിപ്പ് കറിയും ദോശയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒന്നാണ്.